അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, നിറയെ വിളക്ക് കത്തിക്കണം, ഒരു ഭംഗിയൊക്കെയുണ്ട്, ഭംഗിയല്ല നിറമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ. ചില നിമിഷങ്ങളിലെ ദിനങ്ങളിലൊക്കെ ഞാൻ നിറയെ തിരി, ചിലപ്പോൾ 5 തിരി, ചിലപ്പോൾ 4 തിരിയൊക്കെ ഇട്ട് കത്തിക്കും. ചിലപ്പോൾ 2 തിരിയെ കത്തിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എണ്ണ കുറവുള്ള ദിവസങ്ങളാണ്. എണ്ണ അപ്പോഴേ എണ്ണ വാങ്ങിക്കാനുള്ള കാശ് തരാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം തിരിയിട്ട് കത്തിച്ച് ഞാൻ ലൈവിലൂടെ കാട്ടാം. എണ്ണ വാങ്ങിക്കാനുള്ള കാശ് തരുമോ? പറഞ്ഞ ആളിനോട് ഞാൻ പറയാം. റൂബി, നിനക്ക് എന്തൊക്കെ സോക്കാണ്? എനിക്കിതാരാ എഴുതിയെന്ന്. അമ്മേ ദേവി, എന്നും ദീപം കൊളുത്തുമ്പോൾ 5ഓ 7ഓ തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുമോ? എനിക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് ആ കമന്റ്. ഇതാരാ എന്നൊന്നും ശരത്തെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര്. എണ്ണ വാങ്ങിക്കാനുള്ള കാശ് തരൂ, തിരി എണ്ണ വാങ്ങിക്കാനുള്ള കാശ് തരാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കത്തിക്കാൻ കേട്ടോ. ആരും 4 പേര് 4 കുത്ത് കാണുന്നുണ്ട്. 4 കുത്ത് കാണുന്നുണ്ട്. നോക്കട്ടെ, ഒന്ന് എടുത്തു നോക്കട്ടെ. അനുരാജ് രാജേഷ്, PP അനുരാജ്, രഞ്ജ് രാജേഷ്. ദാനധർമ്മം ചെയ്തിട്ടുണ്ട്. അമ്മയെ സഹായിക്കണം, ഹോസ്പിറ്റലാണ്, ബില്ലടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു. എൻ്റെ പൊന്നു കുഞ്ഞെ, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ഇട്ട് തന്നായിരുന്നു, കണ്ടില്ലേ? ഉള്ള കാശ് ഞാൻ ഇട്ട് തന്നു വിഷ്ണു, അത് കണ്ടില്ലായിരുന്നു വിഷ്ണു. പിന്നെ നിഷ KB ദാനധർമ്മം ചെയ്തു, അർച്ചനയും ദാനധർമ്മം ചെയ്തു. മോനെ, എൻ്റെ കയ്യിലുള്ള പൈസ ഇപ്പൊ ഉണ്ട്. ഇതുപോലെ കരഞ്ഞോണ്ടിരുന്ന് കീറിക്കൊണ്ടിരുന്ന് ഒരു രോഗാവസ്ഥ വരുമ്പോഴല്ലേ ഇങ്ങനെ കീറേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, കീറിക്കൊണ്ടിരുന്ന് തൊഴുതോണ്ടിരിക്കുന്ന കണ്ടില്ലേ? കുന്തുളുപ്പുകളൊന്ന് മാറ്റണം. ഇത്തിരി അഹങ്കാരം കൂടുതലാ. ഇത്രയും നാളുകൊണ്ട് നിങ്ങൾക്ക് കുറെ കൂട്ടുകാരെയെങ്കിലും ഒപ്പിക്കാമായിരുന്നു. ഞാൻ പറയുന്നത് പോലെയൊക്കെ കേൾക്കായിരുന്നു, എന്നിട്ട് കേട്ടില്ല. എൻ്റെ കയ്യിലുള്ള പൈസ തരാനുള്ളത് ഞാൻ തന്നു. ഇനി നിങ്ങളുടെ വേറെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കും. ഞാൻ തരാനുള്ളത് തന്നെ, മാക്സിമം എനിക്ക് തരാൻ കഴിഞ്ഞത് ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ജീവിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഓരോന്നും പറഞ്ഞത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് വെക്കുന്ന ബില്ലടയ്ക്കാൻ പൈസ ഇല്ല, ഇപ്പൊ കിടന്ന് കീറുവോ? നീ അവിടെ കിടന്ന് കീറി. ഇനി നിനക്ക് രോഗം തന്നെ വരണം, രോഗം വരണം. നീ അവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് നീറി കിടന്ന് കീറ് അവിടെ കിടന്ന് കരയും. ഞാൻ എന്തോ പലപ്പോഴും പറഞ്ഞത്, ഇത്രയും നാളുകൊണ്ട്, ഇത്രയും വർഷം കൊണ്ട് ഞാൻ എന്തോ പറഞ്ഞത്,
നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുക, ദാനധർമ്മം ചെയ്യുക, ബാങ്ക് കളി കളിക്കുക. ഇത്രയും നാളുകൊണ്ട് ബാങ്ക് കളിയും ദാനധർമ്മം ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ നിനക്ക് ഹോസ്പിറ്റൽ അടയ്ക്കാൻ, ബില്ലടയ്ക്കാൻ പൈസ കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടില്ല. പോട്ടെ, നിനക്കെങ്കിലും സ്വന്തം നിന്റെ ശരീരത്തെ കുറിച്ച് തോന്നിയോ? എന്നെങ്കിലും ഒരു നാള് നിനക്ക് ഇതുപോലൊരു വ്യവസ്ഥ വരുമെന്ന് നിനക്ക് തോന്നിയോ? ഞാൻ പറയുന്ന എല്ലാം സത്യങ്ങളാണ്. അപ്പൊ നീയൊക്കെ മറ്റുള്ളവരെ തെറി വിളിക്കാനും മറ്റുള്ളവരെ നന്നാക്കാനും അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് നെഗറ്റീവ് എഴുതാനും ഒക്കെ പോയി. ഇപ്പൊ ഹോസ്പിറ്റലിലെ പൈസ ഇല്ലാതെ കിടന്ന് തെണ്ട്. നീ തെണ്ടുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് നിനക്ക് ഇട്ടു തന്നു.